Dear students, 4th semester BComന്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന പേപ്പറിലെ സെറ്റ് തിയറി എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, പവർ സെറ്റ്. ദി ഫാമിലി ഓഫ് സെറ്റ്സ് that contains all the subsets of a set A as its elements is called the power set of A. If the set A is finite and contains n elements, then there are 2 raised to n possible subsets of A, including the null set phi and the set A itself. The power set of A will then contain 2 raised to n elements. But power set എന്ന് പറയുന്നത് ഒരു സെറ്റ് A എന്ന് പറയുന്ന ഒരു സെറ്റിൻ്റെ പവർ സെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ സബ്സെറ്റ്സുകളുടെയും സെറ്റാണ്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് 2 raised to n സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും. ഒരു സെറ്റിൽ എ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് 2 raised to n സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ 2 എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ സബ്സെറ്റ്സ് 2 raised to n, അതായത് 2 raised to 4 ആയിരിക്കും. 4 സബ്സെറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഒരു സെറ്റിന് 3 എലമെൻറ്റ്സ് ആണെങ്കിൽ അതിന് 2 raised to 3, ദാറ്റ് ഈസ് 2 into 2 into 2, 8 സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും. ആ 8 സബ്സെറ്റ്സിൽ എ എന്ന് പറയുന്ന സെറ്റും ഉണ്ടായിരിക്കും, നൾ സെറ്റും ഉണ്ടായിരിക്കും, പിന്നെ മറ്റ് സബ്സെറ്റ്സുകളും. അപ്പോൾ ഒരു സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് 2 raised to n സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും. ഈ 2 raised to n സബ്സെറ്റുകളുടെ സെറ്റാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പവർ സെറ്റിൽ 2 raised to n എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. See the examples given below. Let A equal to set 3, 5. Its possible subsets are null set, set 3, set 5, set 3, 5. ഇവിടെ 1, 2, 3, 4 4 സബ്സെറ്റ് ഉണ്ട്. ഇതിൽ 2 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ 2 സ്ക്വയർ, അതായത് 4 സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ദ പവർ സെറ്റ് ഓഫ് എ ഈസ് ദി ഫാമിലി ഓഫ് സെറ്റ്സ് എഫ് ഈക്വൽ ടു സെറ്റ് എന്ന് എഴുതിയിട്ട് ആ 4 സബ്സെറ്റ്സും എലമെൻറ്റ്സ് ആയിട്ടുള്ള സെറ്റ് ഉണ്ടാക്കണം. അതാണ് പവർ സെറ്റ്. ലെറ്റ് ടി ഈക്വൽ ടു സെറ്റ് എ ബി സി. ഇതിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിന് 2 raised to 3, 2 into 2 into 2, 8 സബ്സെറ്റ് ഉണ്ടായിരിക്കും. ദെൻ ദ പവർ സെറ്റ് ഓഫ് ടി ഹാസ് ദ ഫോളോയിങ് 2 raised to 3 equal to 8 എലമെൻറ്റ്സ്. ഏതൊക്കെയാണ്? നൾ സെറ്റ്, പിന്നെ എ ബി സി, എ ബി, എ സി, ബി സി, എ ബി സി. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ പവർ സെറ്റിൽ ഈ 8 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. വെൻ ഡയഗ്രം. It is often found convenient to illustrate the relationship between sets by using pictorial representation. Such a diagram is known as Venn-Euler diagram or simply Venn diagram. A universal set S is generally represented geometrically by a set of points inside a rectangle. Any sets A and B are represented by points inside closed curves, usually circles, located within the rectangle. Venn diagrams are used for representing the sets in pictorial way. ഒരു ചിത്രം ഉപയോഗിച്ചുള്ള റെപ്രസെൻറ്റേഷൻ, അവതരണമാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. വെൻ ഡയഗ്രം കൺസിസ്റ്റ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ആൻഡ് സർക്കിൾസ്. വെൻ ഡയഗ്രത്തിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടായിരിക്കും, സർക്കിൾസ് ഉണ്ടായിരിക്കും. റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ്സ് ദി യൂണിവേഴ്സൽ സെറ്റ് and the circles represents any set. We can also represent the set operations in the Venn diagram, that is union, intersection എന്നൊക്കെ പറയുന്നത് വെൻ ഡയഗ്രാം യൂസ് ചെയ്ത് പറയാൻ കഴിയും. ഇനി the regions bounded by the closed curves are shown to overlap each other when sets A and B have some common points. Disjoint sets are represented by non-overlapping circular regions. If a set is a subset of B, the region for A is shown wholly enclosed within the region for B. അതിൻ്റെ ചിത്രങ്ങൾ. The following diagram illustrates the concept of Venn diagram clearly. Let A equal to ABDE and B equal to CDEFG. These sets are represented by Venn diagram. Note that A and B have a common area since some elements are common to both the sets. നമ്മളിങ്ങനെ വരയ്ക്കും. വെൻ ഡയഗ്രം വരച്ചു. അതിൽ എ എന്ന് പറയുന്ന സെറ്റ് എ ബി ഡി ഇ, ബി എന്ന് പറയുന്നത്
സി ഡി ഇ എഫ് ജി. ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് ഡി ഇ. ഇതാണ് ഈ ഓവർലാപ്പ് ചെയ്യുന്ന ഈ ഭാഗം, അതിൻ്റെ കോമൺ എലമെൻറ്റ്സ് വരുന്നതാണ്. എയിലുണ്ട് എ ബി ഡി, എയിലുണ്ട് ഡി ഇ, ബിയിലുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ വെൻ ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് വെൻ ഡയഗ്രം. ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഈ റെക്റ്റാങ്കിളാണ് യൂണിവേഴ്സൽ സെറ്റിനെ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ അതിൽ 2 സർക്കിളായിട്ട് അതിൽ സെറ്റുകളെ കൺസിഡർ ചെയ്യുന്നു. ഇതിൽ ആദ്യത്തെ ചിത്രം നോക്കാം. എസ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതാം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ എസ് എന്ന് എഴുതാം. അതാണ് യൂണിവേഴ്സൽ സെറ്റ്. പിന്നെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റ് എ വേണമെങ്കിൽ ഈ സർക്കിളിൻ്റെ മുകളിൽ എഴുതാം, അല്ലെങ്കിൽ ഇൻസൈഡിൽ എഴുതാം. സെറ്റ് എയിലെ എലമെൻറ്റ്സ് എന്താണ്? എ ബി ഇ ഡി, അല്ലെങ്കിൽ എ ബി ഡി ഇ. ബി എന്ന് പറയുന്ന സെറ്റാണിത്. ബി എന്ന സെറ്റാണിത്. ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് ആണ് സി ഡി ഇ എഫ് ജി. ഇതിൽ അത്ര എലമെൻറ്റ്സ് ഉണ്ട്. ഇതിൽ ആദ്യം ദ റീജിയൻസ് ബൗണ്ടഡ് ബൈ ദി ക്ലോസ്ഡ് curves are shown to overlap each other when sets A and B have some common elements. അപ്പോൾ എ എന്ന് പറയുന്ന സർക്കിളും ബി എന്ന് പറയുന്ന സർക്കിളിനും ഓവർലാപ്പ് ചെയ്യുന്ന ഈ ഒരു ഭാഗമുണ്ട്. ഇതാണ് കോമൺ എലമെൻറ്റ്സ് വരുന്നത്. അതുപോലെ രണ്ടാമത്തെ ഫിഗർ നോക്കാം. ഇ ഈക്വൽ ടു സെറ്റ് 1 3 5. ഇ എന്ന് പറയുന്നത് 1 3 5. എഫ് എന്ന് പറയുന്നത് 2 4 6. കോമൺ എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കോമൺ എലമെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് എസ് യൂണിവേഴ്സൽ സെറ്റ് റെക്റ്റാങ്കിൾ വരച്ചു. അതിൻ്റെ മുകളിൽ ഇവിടെ എസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ താഴെ എസ് എന്ന് എഴുതാം. ഇനി അതിൽ ഇക്കും എഫിനും പ്രത്യേകിച്ച് കോമൺ എലമെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രത്യേകം വരച്ചു. അപ്പോൾ ഇത് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണ്, കാരണം കോമൺ ആയിട്ടൊരു എലമെൻറ്റും വരുന്നില്ല. അപ്പോൾ ഇ ആൻഡ് എഫ് ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആൻഡ് ഹെൻസ് ദേ ആർ റെപ്രസെൻറ്റഡ് ബൈ സെപ്പറേറ്റ് റീജിയൻസ് വിത്ത് നോ കോമൺ പാർട്ട്. ഇനി മൂന്നാമത്തെ ഫിഗർ. Let A equal to set 3 4. A 3 4. B 1 3 4 5 7. B 1 3 4 5 7 ആണ്. അപ്പോൾ എ പൂർണ്ണമായും ബിക്ക് അകത്താണ്. അപ്പോൾ നമ്മളൊരു ആദ്യം റെക്റ്റാങ്കിൾ വരച്ചു. അതിൻ്റെ മുകളിൽ എസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ താഴെ എഴുതാം. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇനി അതിലെ ഒരു സെറ്റാണ് ബി എന്ന് പറയുന്നത്. അതിനുള്ളിലാണ് എ വരുന്നത്, കാരണം എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. അപ്പോൾ എ 3 4, ബി 1 3 4 5 7. Since A is a subset of B, the region for A is enclosed wholly within the region for B. Set operations. In arithmetic, we know the operations of addition, subtraction, multiplication, etc. with numbers. For example, using the numbers 3 and 7, we get new numbers 3 plus 7 equal to 10, 3 minus 7 equal to minus 4, 3 into 7 equal to 21, etc. Similarly, operations on sets obeying certain rules give rise to new sets. Broadly, there are 4 set operations: union, intersection, complement, difference. Union, intersection, complement, difference. ഈ 4 ഓപ്പറേഷൻസ് ആണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇങ്ങനെ 4 ഓപ്പറേഷൻസ് ഉണ്ട് സെറ്റിന്. മെട്രിക്സിനും ഉണ്ടായിരുന്നു മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത്. അതുപോലെ 4 സെറ്റ് ഓപ്പറേഷൻസ് ആണ് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, കോംപ്ലിമെൻറ്റ്, ഡിഫറൻസ് എന്ന് പറയുന്നത്. യൂണിയൻ അല്ലെങ്കിൽ സെറ്റ് അഡീഷൻ. ദ യൂണിയൻ ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി ഈസ് ദി സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ദാറ്റ് ബിലോങ്സ് ടു എ ഓർ ബി ഓർ ടു ബോത്ത് എ ആൻഡ് ബി. That is, that belong to at least one of the sets A and B. This is written as A union B, A union B. ഇതാണ് ആ സിമ്പിൾ വായിക്കുന്നത് A union B. A union B equal to set of all x such that x belongs to A or x belongs to B. അപ്പോൾ A union B എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാ എലമെൻസും ഒരുമിച്ചെടുത്ത് എഴുതുന്നതാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. If A equal to set 1 6, B equal to 4 5, then A union B equal to set 1 4 5 6. 1 4 5 6. അതാണ് എ യൂണിയൻ ബി. എയിലെയും ബിയിലെയും എല്ലാ എലമെൻസും ഒരുമിച്ച് എടുത്ത് എഴുതുന്നതാണ് എ യൂണിയൻ ബി. നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ച ചില കാര്യങ്ങൾ നോക്കാം. സം ഓതേഴ്സ് റൈറ്റ് എ പ്ലസ് ബി ടു ഡിനോട്ട് എ യൂണിയൻ ബി ആൻഡ് കോൾ ദിസ് ഓപ്പറേഷൻ എ സെറ്റ് അഡീഷൻ, റീഡിങ് സിംപ്ലി എ പ്ലസ് ബി. അപ്പോൾ എ യൂണിയൻ ബി ആണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. എസ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ്, എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും മൊത്തം എലമെൻറ്റ്സ് എടുത്ത് എഴുതുന്നത്. ഇത് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് വരുന്ന ഭാഗം. ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി.
ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഇനി ഇത് എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ എസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ്. ആ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എയിലെ എലമെൻറ്റ്സ് മാറ്റി ബാക്കിയുള്ള എലമെൻസിനെയാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള എലമെൻസിൻ്റെ സെറ്റിനെ എ കോംപ്ലിമെൻ്റ് എന്ന് പറയും. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എയിലെ എലമെൻറ്റ്സ് മാറ്റി ബാക്കിയുള്ള എലമെൻസിൻ്റെ സെറ്റ്. അതുപോലെ ഇത് എ മൈനസ് ബി ആണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ എയിൽ നിന്ന് എയിലെ ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ എ വിച്ച് ആർ നോട്ട് ഇൻ ബി. ബിയിലില്ലാത്ത എയിലെ എലമെൻറ്റ്സ് ആണ് എ മൈനസ് ബിയിൽ ഉണ്ടാവുക. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ള ബിയിലെ എലമെൻറ്റ്സ് കളയാം. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ എ വിച്ച് ആർ നോട്ട് ഇൻ ബി. ബിയിലില്ലാത്ത എയിലെ എലമെൻറ്റ്സ് മാത്രം ഉള്ള സെറ്റാണ് എ മൈനസ് ബി. അപ്പോൾ ഇവിടെ എ യൂണിയൻ ബി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഈ സെറ്റ് ഓപ്പറേഷൻസൊക്കെ ഇതുപോലെ ചെയ്യാം. ഇൻ്റർസെക്ഷൻ അല്ലെങ്കിൽ സെറ്റ് മൾട്ടിപ്ലിക്കേഷൻ. ദ ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി ഈസ് the set of all elements that belong to both A and B, that are common to the sets A and B. This is written as A intersection B. ഇങ്ങനെയാണ് ഇതിന് ഈ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. വായിക്കുന്നത് A intersection B. A intersection B is the set of all x such that x belongs to A and x belongs to B. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻസിൻ്റെ സെറ്റാണ് A intersection B. A യൂണിയൻ ബി ആണെങ്കിൽ എയിലും ബിയിലെയും എലമെൻസിനെ ചേർത്ത് എഴുതുന്ന സെറ്റാണ് എ യൂണിയൻ ബി. അതായത് എ യൂണിയൻ ബി ഈസ് ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. സം ഓതേഴ്സ് യൂസ് എ ബി ടു ഡിനോട്ട് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബിക്ക് പകരം ഇങ്ങനെ എഴുതാറുണ്ട് എ ബി. അതാണ് സെറ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാൻ കാരണം. ആൻഡ് കോൾ ദിസ് ഓപ്പറേഷൻ ആസ് സെറ്റ് മൾട്ടിപ്ലിക്കേഷൻ, റീഡിങ് ആസ് യൂഷ്വൽ എ ബി. If there is no element common to sets A and B, their intersection contains no element at all and is therefore a null set. എക്കും ബിക്കും കോമൺ എലമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആയിരിക്കും. ഇൻ അതർ വേർഡ്സ്, ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ദെൻ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ് ആണെങ്കിൽ നമ്മൾ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറയും. കോമൺ എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ അത് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണ്. അതായത് അതിൻ്റെ ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആയിരിക്കും. കോംപ്ലിമെൻറ്റ്. The complement of a set A is the set of all elements of the universal set H which do not belong to A. This is written as A എഴുതിയിട്ട് മുകളിലൊരു 1 എഴുതും, അല്ലെങ്കിൽ എ മുകളിലൊരു വര വരയ്ക്കുക, അല്ലെങ്കിൽ എ റേസ് ടു സി. ഇതിനെ വായിക്കുന്നത് എ പ്രൈം, എ ബാർ, എ കോംപ്ലിമെൻറ്റ് റെസ്പെക്റ്റീവ്ലി. ഇനി എ പ്രൈം എന്ന് വായിക്കും, ഇങ്ങനെ എഴുതുകയാണെങ്കിൽ എ ബാർ എന്ന് വായിക്കും, ഇങ്ങനെ എഴുതിയാൽ എ കോംപ്ലിമെൻ്റ് എന്ന് വായിക്കും. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ആ സെറ്റിലെ എലമെൻറ്റ്സ് കളഞ്ഞതാണ്. ഇപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എസ് മൈനസ് എ. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് മൈനസ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ സെറ്റാണ്. എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ദ യൂണിവേഴ്സൽ സെറ്റ് എസ് ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. Let S equal to A, B, C, D, E be the universal set and let A equal to A, B, D. യൂണിവേഴ്സൽ സെറ്റ് എ ബി സി ഡി ഇ ആണെന്നും എ ബി ഡി ആണെന്നും സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്താണ്? എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എസ്സിൽ നിന്ന് എയിലെ എലമെൻറ്റ്സ് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ മൈനസ് ചെയ്യുക. അപ്പോൾ എയും ബിയും ഡിയും മൈനസ് ചെയ്യുക, ബാക്കിയുള്ള എലമെൻറ്റ്സ് സി ഇ. അതാണ് എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ എസ് വിച്ച് ആർ നോട്ട് ഇൻ എ. ഡിഫറൻസ്. The difference of two sets A and B is the set of all elements that belong to A but do not belong to B. This is written as A minus B and read as A difference B or simply A minus B. Thus A minus B is the set A reduced by all the elements that are common to A and B. A എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് മൈനസ് ചെയ്താൽ കിട്ടുന്ന സെറ്റാണ് എ മൈനസ് ബി. എ മൈനസ് ബി ഈക്വൽ ടു ദി സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ എ വിച്ച് ആർ നോട്ട് ഇൻ ബി. അതായത് എയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബിയിലെ
എലമെൻറ്റ്സ് മൈനസ് ചെയ്യുക. അങ്ങനെ വന്നാൽ എ ഡിഫറൻസ് ബി ആയി. എ മൈനസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. ഇഫ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 ആൻഡ് ബി ഈക്വൽ ടു 2 4 5 8. അപ്പോൾ എ മൈനസ് ബി എന്താണ്? എ എന്ന് പറയുന്നത് 1 2 3 4, ബി 2 4 5 8. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് 2 4 ആണ്. അത് എയിൽ നിന്ന് മൈനസ് ചെയ്യുക. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എയിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുക, ഒഴിവാക്കുക. എയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കണം. എയിൽ നിന്ന് എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒഴിവാക്കുക. അപ്പോൾ 1 2 3 4ൽ നിന്ന് 2ഉം 4ഉം ഒഴിവാക്കിയാൽ 1 3. അപ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു സെറ്റ് 1 3. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കാം. The union of sets A and B is the set of all elements that belong either to A or B or to both. A union B is the set of all x such that x belongs to A or x belongs to B. എയിലെയും ബിയിലെയും എല്ലാ എലമെൻറ്റ്സും ചേർത്ത് എഴുതുന്നതാണ് A union B. നമുക്ക് A intersection B എന്താ നോക്കാം. The intersection of sets A and B is the set of all elements that belong to both A and B. എയിലും ബിയിലും പൊതുവായ എലമെൻറ്റ്സ് എല്ലാം കൂടി ഉള്ള സെറ്റാണ് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ദി കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് ദ യൂണിവേഴ്സൽ സെറ്റ് എസ് that do not belong to A. A complement equal to set of all x such that x belongs to S and x does not belong to A equal to S minus A. അങ്ങനെ പറയാം. The difference of two sets A and B is the set of all elements that belong to A but not to B. A minus B equal to set of all x such that x belongs to A and x not belongs to B equal to A intersection B dash അല്ലെങ്കിൽ A minus A intersection B എന്ന് പറയാം. A equal to set 1 2 3 4, B equal to set 2 4 5 8, C equal to set 3 4 5 6 7. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ്? ബി യൂണിയൻ സി, ബി ഇൻ്റർസെക്ഷൻ സി, എ ഇൻ്റർസെക്ഷൻ ബി, എ യൂണിയൻ ബി, എ മൈനസ് സി. അപ്പോൾ ആദ്യം ബി യൂണിയൻ സി നോക്കാം. ബി യൂണിയൻ സി ആദ്യം ബി എഴുതി 2 4 5 8, സി എഴുതി 3 4 5 6 7. അപ്പോൾ ബി യൂണിയൻ സി, ബിയും സിയും എഴുതി അതിലെല്ലാ എലമെൻറ്റ്സും ചേർത്ത് എഴുതുക. ഏതൊക്കെയാണ്? 2 3 4 5 6 7 8. 2 3 4 5 6 7 8. ഇവിടെ 4 ഉണ്ട്, ഇതിലും 4 ഉണ്ട്. അപ്പോൾ 2 4 എഴുതേണ്ട കാര്യമില്ല. നമുക്കറിയാം സെറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സിൻ്റെ കളക്ഷനാണ്. എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് എന്നാണ്. അപ്പോൾ എല്ലാം ഒരു തവണ മാത്രം എഴുതിയാൽ മതി. അതുകൊണ്ട് ഇത് എ ബി യൂണിയൻ സി എന്ന് പറയുന്നത് 2 3 4 5 6 7 8 ബി യൂണിയൻ സി ആയി. അടുത്ത ബി ഇൻ്റർസെക്ഷൻ സി. ബി ഇൻ്റർസെക്ഷൻ സി, ബി എഴുതി സി എഴുതി. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ആണ്. ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്, 5 5. അപ്പോൾ 4 5 ആ രണ്ട് എലമെൻറ്റ്സ് ആണ് രണ്ടിലും വരുന്നത്. അപ്പോൾ കോമൺ ആയി വരുന്നത് 4 5 ആണ്. അപ്പോൾ അതുകൊണ്ട് ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു സെറ്റ് 4 5. അതുപോലെ ഇനി അടുത്ത് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു നമ്മൾ ആദ്യം എഴുതി 1 2 3 4 ഇൻ്റർസെക്ഷൻ ബി 2 4 5 8. അപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് 1 2 3 4 2 4 5 8. കോമൺ ആയിട്ട് 2 4 ആണ്. അപ്പോൾ ഈക്വൽ ടു സെറ്റ് 2 4. അടുത്ത എ യൂണിയൻ ബി. എ യൂണിയൻ ബി ഈക്വൽ ടു എ യൂണിയൻ ബി 1 2 3 4 2 4 5 8. എ യൂണിയൻ ബി എന്താണ്? എയിലും ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സും ചേർത്ത് എഴുതണം. അപ്പോൾ എന്താണ് വരുന്നത്? 1 2 3 4 5 8. 1 2 3 4 5 8. അടുത്തത് എ മൈനസ് സി. എ മൈനസ് സി ഈക്വൽ ടു എ 1 2 3 4, സി 3 4 5 6 7. അപ്പോൾ എന്താണ് എ മൈനസ് സി? സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ എ വിച്ച് ആർ നോട്ട് ഇൻ സി എന്നാണ്. 1 2 3 4 3 4 5 6 7. കോമൺ ആയിട്ട് വരുന്നത് 3 4 ആണ്. അപ്പോൾ എയിലും സിയിലും കോമൺ ആയത് 3 4 ആണ്. ആ കോമൺ എലമെൻറ്റ്സ് എയിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാന്നാണ്. 1 2 3 4ൽ നിന്ന് 3 4 ഒഴിവാക്കുക. അപ്പോൾ വരുന്നതാണ് 1 2. ദെർഫോർ എ മൈനസ് സി ഈക്വൽ ടു 1 2. ഈ 4 ഓപ്പറേഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ലെറ്റ് എസ് ഈക്വൽ ടു A B C D E be the universal set and let A equal to ABD, B equal to BDE be two of its subsets. Find A intersection B complement and A union B complement.
എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റും കണ്ടെത്തുക. അപ്പോൾ ആദ്യം നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടെത്താം, പിന്നീട് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് കാണാം. അപ്പോൾ എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി? എ എഴുതി, എ ബി ഡി, ബി ബി ഡി ഇ. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ എലമെൻ്റ് ആണ്, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ബി ഡി. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഡി. ഇനി നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് കാണണം. എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്? എസ്സിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻറ്റ്സ് മൈനസ് ചെയ്യാം. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എസ് മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ നമുക്ക് എസ് ആദ്യം എഴുതാം. എസ് എന്ന് പറയുന്നത് എ ബി സി ഡി ഇ, അതിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ബി ഡി. അപ്പോൾ ഇതിൽ നിന്ന് ബി ഡി ഒഴിവാക്കിയാൽ വരുന്നത് എ സി ഇ, എ സി ഇ. അതാണ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇനി നമുക്കടുത്ത് എ യൂണിയൻ ബി. എ യൂണിയൻ ബി ഈക്വൽ ടു എ ബി ഡി യൂണിയൻ ബി ഡി ഇ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് എഴുതുക. യൂണിയൻ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ എ ബി ഡി ഇ, അതാണ് എ യൂണിയൻ ബി. ഇനി എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ യൂണിയൻ ബി മൈനസ് ചെയ്യാം. എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ഈക്വൽ ടു എസ് മൈനസ് എ യൂണിയൻ ബി. എസ് എന്ന് പറയുന്നത് എ ബി സി ഡി ഇ, അതിൽ നിന്ന് എ ബി ഡി ഇ മൈനസ് ചെയ്യാം. അപ്പോൾ എ ബി ഡി ഇ ഒഴിവാക്കിയാൽ പിന്നെ വരുന്നത് സി. ഇതാണ് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു സെറ്റ് സി. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ സെറ്റ്. നമുക്ക് യൂണിയൻ അറിയാം, ഇൻ്റർസെക്ഷൻ അറിയാം, അതുപോലെ കോംപ്ലിമെൻ്റ് അറിയാം, ഡിഫറൻസ് അറിയാം. ഇഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ആർ നോട്ട് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്, then number of elements in A union B equal to number of elements in A plus number of elements in B minus number of elements in A intersection B. A union B എന്ന് പറഞ്ഞാൽ number of elements in A plus number of elements in B minus number of elements in A intersection B. അതുപോലെ number of elements in A complement intersection B complement എന്ന് പറഞ്ഞാൽ number of elements in A union B complement ആണ്. If A, B, C are not disjoint sets, then number of elements in A union B union C equal to number of elements in A plus number of elements in B plus number of elements in C minus number of elements in A intersection B minus number of elements in B intersection C minus number of elements in A intersection C plus number of elements in A intersection B intersection C. അപ്പോൾ ഈ 4 റിസൾട്ട് നമുക്കറിയണം. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അതുപോലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അതുപോലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സി മൈനസ് number of elements in A intersection B minus number of elements in B intersection C minus number of elements in A intersection C plus number of elements in A intersection B intersection C. അടുത്തൊരു പ്രോബ്ലം. Among 60 people, 35 can speak in English, 40 in Malayalam and 20 can speak in both the languages. Find a number of people who can speak in at least one of the languages. How many cannot speak in any of these languages? Let M stands for Malayalam and E stands for English. നമ്മളുടെ ചോദ്യം 60 ആളുകളിൽ 35 പേർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയും, 40 പേർക്ക് മലയാളത്തിൽ സംസാരിക്കാൻ കഴിയും, 20 പേർക്ക് 2 ലാംഗ്വേജിലും സംസാരിക്കാൻ കഴിയും. അപ്പോൾ എം എന്നത് മലയാളത്തെയും ഇ എന്നത് ഇംഗ്ലീഷിനെയും ഡിനോട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എൻ ഓഫ് എം എന്താണ്? അതായത് മലയാളം സംസാരിക്കാൻ അറിയാവുന്ന ആളുകളുടെ എണ്ണം 40, അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം 35. ഇനി രണ്ടും സംസാരിക്കാൻ കഴിയുന്നവർ എൻ ഇ ഇൻ്റർസെക്ഷൻ എം, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഇ ഇൻ്റർസെക്ഷൻ എം എന്നും പറയാം 20. ഇനി നമുക്കിതിനെ ഒരു വെൻ ഡയഗ്രം ഉപയോഗിച്ച് എങ്ങനെ പറയാൻ പറ്റും? വെൻ ഡയഗ്രം ഉപയോഗിച്ച് നോക്കാം ഇത് എങ്ങനെയാണ് പറയുന്നത്. അതായത് ഇവിടെ ഇത് യൂണിവേഴ്സൽ സെറ്റ് യു എന്ന് എഴുതി, ഇ എന്ന് പറയുന്ന സെറ്റ്, എം എന്ന് പറയുന്ന സെറ്റ്. ഇവിടെ ഇൻ്റർസെക്ഷൻ 20 ആണ്. അപ്പോൾ ഇവിടെ ആദ്യം ഇവിടെ 20 എന്ന് എഴുതി. കോമൺ ആയിട്ട് 20 ആണ്. 20 പേര് 2 ഭാഷകളും സംസാരിക്കാൻ കഴിയുന്നവരുണ്ട്. ഇനി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ 35 പേരുണ്ട്. അപ്പോൾ ഇവിടെ 20 ഉണ്ടെങ്കിൽ പിന്നെ 15 ആയിരിക്കും ഇവിടെ വരുന്നത്.
അപ്പോൾ ഇവിടെ 15, ഇവിടെ 20. അതുപോലെ മലയാളം സംസാരിക്കാൻ കഴിയുന്നവർ 40 പേരുണ്ട്. ആ 40 പേരിൽ 20 പേർക്ക് ഇംഗ്ലീഷും സംസാരിക്കാം. അപ്പോൾ ഇവിടെ 20 ഉണ്ട്, അതുകൊണ്ട് ഇവിടെ എന്തായി 20ആയി. അപ്പോൾ 20ഉം 20ഉം 40ഉം 10ഉം 50, 5, 55ആയി. ആകെ 60 പേരുണ്ട്. അപ്പോൾ ബാക്കി 5 പേരെന്താണ് ഇതിന് പുറത്താണ്. 5 പേര് ഈ 2 ഭാഷകളും കൈകാര്യം ചെയ്യാത്തവരാണ്. 5 പേരുണ്ട്. അപ്പോൾ നമുക്കിനി കാണേണ്ടത് ചുരുങ്ങിയത് ഒരു ഭാഷയെങ്കിലും അറിയുന്നവർ എത്ര പേരുണ്ട്. ചുരുങ്ങിയത് ഒരു ഭാഷ പറഞ്ഞാൽ എന്താണ്? ഒരു ഭാഷയാവാം, 2 ഭാഷയാവാം. അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്നവരും മലയാളം അറിയുന്നവരും ആയിട്ടുള്ള ആളുകൾ ആകെ എത്രയുണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഈ യൂണിയൻ എം ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ ഹു ക്യാൻ സ്പീക്ക് ഇൻ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഈ യൂണിയൻ എം ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്കറിയാം. എന്താണ്? എൻ ഓഫ് ഇ പ്ലസ് എൻ ഓഫ് എം മൈനസ് എൻ ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എം. അതായത് 35 + 40 - 20 = 55. അത് ഇവിടെ നോക്കിയാലും അറിയാം. നമുക്കിങ്ങനെ വെൻ ഡയഗ്രം യൂസ് ചെയ്താലും ഇത് കണ്ടെത്താം. ഈ രീതി വേണമെന്നില്ല. നമുക്ക് ഇത്രയും എഴുതിയതിന് ശേഷം വെൻ ഡയഗ്രം ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം ഇൻ്റർസെക്ഷൻ എഴുതാം. പിന്നെ എൻ ഓഫ് ഇ 35 ആണ്. അപ്പോൾ ബാക്കി 15 ഇവിടെ. എൻ ഓഫ് എം എന്ന് പറയുന്നത് 40 ആണ്. ഇവിടെ 20 ഉണ്ടെങ്കിൽ ഇവിടെ 20. മൊത്തം 55ആയി. ആകെ 60 പേരുണ്ട്. അപ്പോൾ 5 പേര് ഈ 2 സെറ്റിനും പുറത്തായിട്ട് എഴുതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി കനോട്ട് സ്പീക്ക് ഇൻ എനി ഓഫ് ദീസ് ലാംഗ്വേജസ്. ഈ ഒരു ഭാഷ സംസാരിക്കാൻ അറിയാത്തവർ എത്ര പേരുണ്ട്? അത് ഈ വെൻ ഡയഗ്രം നോക്കി നമുക്ക് പെട്ടെന്ന് പറയാം. 5. നമ്പർ ഓഫ് പീപ്പിൾ ഹു ക്യാൻ സ്പീക്ക് ഇൻ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ലാംഗ്വേജസ് ഈസ് 55. ചുരുങ്ങിയത് ഒരു ഭാഷയെങ്കിലും സംസാരിക്കാൻ അറിയാവുന്നവരായിട്ട് 55 പേരുണ്ട്. അപ്പോൾ ബാക്കി 5 പേർക്ക് 2 ഭാഷയും സംസാരിക്കാൻ കഴിയാത്തവരാണ്. നമ്പർ ഓഫ് പീപ്പിൾ ഹു കനോട്ട് സ്പീക്ക് ഇൻ എനി ഓഫ് ദ ലാംഗ്വേജസ് ഈക്വൽ ടു 60 - 55 = 5. അപ്പോൾ ഈ സെറ്റിലെ പ്രോബ്ലം നമുക്ക് വെൻ ഡയഗ്രം യൂസ് ചെയ്തിട്ടും പറയാം, അല്ലാത്ത രീതിയിലും പറയാം. ഈച്ച് സ്റ്റുഡൻറ്റ് ഇൻ എ ക്ലാസ് ഓഫ് 40 studied at least one of the languages Malayalam, Hindi and French. 16 studied Malayalam, 22 students studied French, 26 students studied Hindi. 5 studied Malayalam and French, 14 Hindi and French, 2 Malayalam, Hindi and French. Apply the principle of Venn diagram to find the number of students who studied Malayalam and Hindi but not French. നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ചും പറയാം, അതല്ലാതെയും പറയാം. നമുക്ക് ആദ്യം വെൻ ഡയഗ്രം ഇല്ലാതെ ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടെ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ that M stands for Malayalam, S stands for Hindi and F stands for French. M stands for Malayalam, F stands for French, H stands for Hindi. അപ്പോൾ ഇനി N of M മലയാളം പഠിക്കുന്നവരുടെ എണ്ണം എത്രയുണ്ട്? 16 studied മലയാളം. അപ്പോൾ N of M 16. അതുപോലെ പിന്നെ 22 students studied French. അപ്പോൾ N of F 22. 26 students studied Hindi. അപ്പോൾ N of H 26. അടുത്ത 5 studied മലയാളം ആൻഡ് ഫ്രഞ്ച് എന്ന് വെച്ചാൽ N of M intersection F 5 ആണ്. 14 ഹിന്ദി ആൻഡ് ഫ്രഞ്ച്. അപ്പോൾ N of H intersection F equal to 14. അടുത്ത 2 മലയാളം, ഹിന്ദി ആൻഡ് ഫ്രഞ്ച്. ദാറ്റ് ഈസ് N of M intersection H intersection F equal to 2. ഇനി ഇവിടെ എന്താ പറഞ്ഞാൽ ഈച്ച് സ്റ്റുഡൻറ്റ് ഇൻ എ ക്ലാസ് ഓഫ് 40 സ്റ്റഡിഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ലാംഗ്വേജസ്. ഒരു ലാംഗ്വേജും പഠിക്കാതെ ആരുമില്ല. എല്ലാവരും ഏതെങ്കിലും ഒരു ലാംഗ്വേജെങ്കിലും പഠിച്ചിരിക്കണം. എന്ന് വെച്ചാൽ എന്താണ്? യൂണിയൻ 40 ആണ്. N of M union H union F equal to 40. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി വെൻ ഡയഗ്രം ഉപയോഗിച്ച് കാണാനാണ് പറഞ്ഞത്, അല്ലാതെ ചെയ്ത് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ സ്റ്റഡിഡ് മലയാളം, ഹിന്ദി ബട്ട് നോട്ട് ഫ്രഞ്ച് എന്ന് വെച്ചാൽ N of M intersection H intersection F കോംപ്ലിമെൻറ്റ്. നോക്കാം. M union H union F. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ M union H union F എന്താണ്? N of M plus N of H plus N of F minus N of M intersection H minus N H intersection F minus N M intersection F plus N M intersection H intersection F. ഇതിൽ തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം എടുത്തെഴുതാം. 40 equal to 16 plus 26 plus 22. ഇതിനെ നമുക്കറിയില്ല. മൈനസ് M intersection H minus 14 minus 5 plus 2. സിംപ്ലിഫൈ ചെയ്തു. 40
ഈ മൈനസ് ഉള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നു എൻ എം ഇൻ്റർസെക്ഷൻ എച്ച്. ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്തു. ഇവിടെ 14, 5, 19, 22 - 19, 3, 3, 2 + 5, 47. ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 47 വരുന്നുണ്ട്. അപ്പോൾ എം ഇൻ്റർസെക്ഷൻ എച്ച് എന്ന് പറഞ്ഞാൽ 47 - 40 = 7. അപ്പോൾ എം ഇൻ്റർസെക്ഷൻ എച്ച് 7 കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ സ്റ്റഡീഡ് മലയാളം ആൻഡ് ഹിന്ദി ബട്ട് നോട്ട് ഫ്രഞ്ച്. ഇനി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എൻ എഴുതിയിട്ട് എം ഇൻ്റർസെക്ഷൻ എച്ച് ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എം ഇൻ്റർസെക്ഷൻ എച്ച് ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അപ്പോൾ അതുപോലെ എൻ ഓഫ് എം ഇൻ്റർസെക്ഷൻ എച്ച് മൈനസ് എൻ ഓഫ് എം ഇൻ്റർസെക്ഷൻ എച്ച് ഇൻ്റർസെക്ഷൻ എഫ്. എം ഇൻ്റർസെക്ഷൻ എച്ച് എന്താണ്? എം ഇൻ്റർസെക്ഷൻ എച്ച് നമുക്ക് കിട്ടിയത് 7 ആണ്, മറ്റേത് 2 ആണ്. അപ്പോൾ 7 - 2 = 5. ഇനി നമുക്കിതിനെ വെൻ ഡയഗ്രം മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെ കാണാൻ നോക്കാം. വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം എം ഇൻ്റർസെക്ഷൻ എച്ച് ഇൻ്റർസെക്ഷൻ എഫ് ആണ് ചെയ്യുന്നത്. എം ഇൻ്റർസെക്ഷൻ എച്ച് ഇൻ്റർസെക്ഷൻ എഫ് 2 അതിവിടെ എഴുതി. ഇതാദ്യം 2 എന്ന് എഴുതി. ഇവിടെ നമുക്ക് 2 കിട്ടി. പിന്നെ നമുക്കറിയാവുന്നത് എന്താണ്? ഇനി നമുക്ക് രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ വെച്ച് ചെയ്യണം. അതായത് എച്ച് ഇൻ്റർസെക്ഷൻ എഫ് എന്താണ്? എച്ച് ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് എച്ച് ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് 14 ആണ്. എച്ച് ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് 14 ആണ്. എച്ചും എഫ് നമ്മൾ ഇൻ്റർസെക്ഷൻ ഇവിടെയാണ് വരുന്നത്. ഇതിലാണ് എച്ച് ഇൻ്റർസെക്ഷൻ എഫ് വരെ. ഇവിടെ 14 ആണ്. നമ്മൾ ആദ്യം ഇവിടെ 2 എന്ന് എഴുതി. അപ്പോൾ പിന്നെ ഇവിടെ എന്തായിരിക്കും? 12 ആയിരിക്കും. അങ്ങനെ ഇത് 2 ഇത് 12 എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത് എം ഇൻ്റർസെക്ഷൻ എഫ് ആണ്. എം ഇവിടെയാണ്, എഫ് ഇവിടെയാണ്. എം ഇൻ്റർസെക്ഷൻ എഫ് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 5 എന്ന് തന്നിട്ടുണ്ട്. അത് നമുക്ക് തന്ന കാര്യമാണ്. എം ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് 5 ആണ്. ഏതാണ്? എമ്മും എഫും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ ഈ ഒരു പാർട്ടാണ്. എം ഇൻ്റർസെക്ഷൻ എഫ് ഈ ഒരു പാർട്ടാണ്. അതിൽ ഇത് 2 നമ്മൾ ആദ്യം മാർക്ക് ചെയ്തു. അപ്പോൾ ഇതെന്തായിരിക്കും? 3 ആയിരിക്കും. മൊത്തം 5 ആണ്. അതിൽ ഇത് 2 ആകുമ്പോൾ ഇവിടെ 3. പിന്നെ ഇത് നമ്മൾ കണ്ടെത്തണം. എന്താണ്? എം ഇൻ്റർസെക്ഷൻ എച്ച് 7 ആണെന്ന് ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ കിട്ടിയാൽ ഇത് 7 ആണല്ലോ. അപ്പോൾ എം എച്ച് അത് തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ ഇവിടെയാണ്. ഇത് 7 ആണ്. അതിൽ ഇത് 2 ആണെങ്കിൽ ഇത് 5. അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 കണ്ടെത്തി. പിന്നെ ഈ ഓരോന്നായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഭാഗങ്ങളെല്ലാം കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എം മാത്രം എടുക്കുക. എമ്മിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 16 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ 3, 2, 5, 5, 10. അപ്പോൾ 10 ആയി. പിന്നെ ബാക്കി 6 ഇവിടെ വരും, 16. അതുപോലെ എച്ചിൽ മൊത്തം 26 ആണ്. ഇവിടെ 12, 14, 19 ആയി. അപ്പോൾ ബാക്കി 7 എണ്ണം ഇവിടെ വരും. അതുപോലെ എഫിലാകെ 22 ആണ്. ഇവിടെ 12, 14, 3, 17. അപ്പോൾ ഇവിടെ ബാക്കി 5 എണ്ണം. ഇങ്ങനെ നമുക്കിതെല്ലാം എഴുതാൻ കഴിയും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇനി നമുക്കിതിൽ നിന്ന് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ സ്റ്റഡീഡ് മലയാളം ആൻഡ് ഹിന്ദി, മലയാളം ഹിന്ദിയും കൂടെ പഠിക്കുന്നവർ മൊത്തം 7 ആണ്. ബട്ട് നോട്ട് ഫ്രഞ്ച്, ഫ്രഞ്ചില്ല, മലയാളവും ഹിന്ദിയും എന്ന് പറയുമ്പോൾ ഇത് മൊത്തം വരും. മലയാളവും ഹിന്ദിയും പഠിക്കുന്ന ഇത്ര പേരാണ്. ബട്ട് നോട്ട് ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ ഈ 2 എണ്ണം മാറ്റണം. അപ്പോൾ ഏതാണ് വരിക? 5 ഈ ചിത്രത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ ചിത്രം എഴുതുന്നത്? ആദ്യം നമുക്ക് എം എച്ച് എഫ് ഇങ്ങനെ ചിത്രം വരച്ചു. അതിനുശേഷം എമ്മിൻ്റെയും എച്ചിൻ്റെയും എഫിൻ്റെയും ഇൻ്റർസെക്ഷൻ ആയിട്ടുള്ളത് ആദ്യം നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ 2 എന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്കറിയാം എം ഇൻ്റർസെക്ഷൻ എച്ച് 7 ആണെന്ന് കണ്ടുപിടിച്ചു. ഇവിടെ എം ഇൻ്റർസെക്ഷൻ എച്ച് 7 ആണെന്ന് കണ്ടെത്തി. അപ്പോൾ ഇത് 2 ആയാൽ ഇത് 5. അതുപോലെ എം ഇൻ്റർസെക്ഷൻ എഫ് 5 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ ഇത് 2 ആയപ്പോൾ ഇത് 3. അതുപോലെ എച്ച് ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് 14 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ആകുമ്പോൾ ഇത് 12. അങ്ങനെ ഇതെല്ലാം കണ്ടെത്തി. ഇനി നമുക്ക് എമ്മിൽ മാത്രം എത്ര എലമെൻറ്റ്സ് ഉണ്ട്? എമ്മിൽ മൊത്തം 16 ഉണ്ട്. 3 + 2 + 5 ഇവിടെ 10 ആയി. ബാലൻസ് 6 ഇവിടെ വരും. പിന്നെ അതുപോലെ എച്ചിൽ 26 ആണ്. 12, 14, 19. അപ്പോൾ ഇത് 7 വരും. ഇനി അതുപോലെ എഫിൽ മൊത്തം 22 ആണ്. 12, 14, 3, 17 ആയി. ബാക്കി 5 ഇവിടെ വരും. ഇങ്ങനെ വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമുക്ക് എഴുതാം. ഇനി നമുക്ക് ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ സ്റ്റഡീഡ് മലയാളം ആൻഡ് ഹിന്ദി ബട്ട് നോട്ട് ഫ്രഞ്ച്. അപ്പോൾ ഈ 2 മൈനസ് ചെയ്യാം. മലയാളം ഹിന്ദിയും കൂടെ ഇത്രയും വരും. പക്ഷേ ഫ്രഞ്ച് നോട്ട് ഫ്രഞ്ച് എന്ന് പറയുമ്പോൾ ഈ 2 മാറ്റി. അപ്പോൾ എത്ര പേരാണ്? 5. ഇങ്ങനെ വെൻ ഡയഗ്രം യൂസ് ചെയ്തിട്ട് കണ്ടെത്താം. ഔട്ട് ഓഫ് 1200 സ്റ്റുഡൻസ് ഹൂ അപ്പിയർഡ് ഫോർ BCom എക്സാമിനേഷൻ
850 failed in accountancy, 600 failed in statistics, and 600 failed in costing. 450 failed in both accountancy and statistics, 400 failed in both accountancy and costing, 150 failed in both statistics and costing, 20 failed in all the subjects. How many students passed all the 3 subjects? നമുക്ക് ആദ്യം നേരത്തെ പോലെ total number of students 1200. A stands for failure in accountancy, S stands for failures in statistics, അതുപോലെ C stands for failure in costing. അപ്പോൾ n of A equal to 850, അതായത് 850 failed in accountancy എന്നാണ് പറഞ്ഞത്. അതുപോലെ 600 failed in statistics, അതുപോലെ 600 failed in costing. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി n of A intersection S equal to 450, അതായത് അക്കൗണ്ടൻസിലും സ്റ്റാറ്റിസ്റ്റിക്സിലും തോറ്റവർ 450. അതുപോലെ അക്കൗണ്ടൻസിലും കോസ്റ്റിങ്ങിലും ഫെയിലായവരുടെ എണ്ണം 400, സ്റ്റാറ്റിസ്റ്റിക്സിലും കോസ്റ്റിങ്ങിലും ഫെയിലായവരുടെ എണ്ണം 150. 3 സബ്ജക്റ്റും ഫെയിലായവർ 20 പേര്. അപ്പോൾ നമുക്ക് n of A യൂണിയൻ S യൂണിയൻ C ഈക്വൽ ടു നേരത്തെ പോലെ ഇത് എഴുതണം. n of A plus n of S plus n of C minus n of A intersection S minus n of A intersection C minus n of S intersection C plus n of A intersection S intersection C equal to 850 plus 600 plus 600 minus 450 minus 400 minus 150 plus 20. ഇത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1070. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ തോറ്റവരായിട്ട് 1070 പേരുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ മെനി സ്റ്റുഡൻസ് പാസ്ഡ് ഓൾ ദ 3 സബ്ജക്ട്സ് എന്നാണ്. ആകെ 1200 പേരുണ്ട്. ഒരെണ്ണെങ്കിലും തോറ്റവരായിട്ട് 1070 ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും പാസ്സായവരെ ആ 1200 നിന്ന് 1070 മൈനസ് ചെയ്യാം. Therefore, number of students who failed in at least one of the subjects is 1070. Therefore, number of students passed in all the papers equal to 1200 minus 1070 equal to 130. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി വെൻ ഡയഗ്രം യൂസ് ചെയ്തിട്ടും കാണാം. യൂസിങ് വെൻ ഡയഗ്രാം നമുക്ക് നോക്കാം. ആദ്യം എ ഇൻ്റർസെക്ഷൻ എസ് ഇൻ്റർസെക്ഷൻ സി 20 ആണ്. ആദ്യം അത് മാർക്ക് ചെയ്തു. പിന്നെ എ ഇൻ്റർസെക്ഷൻ എസ് എന്ന് പറയുന്നത് 450. എ ഇൻ്റർസെക്ഷൻ എസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എ ഇൻ്റർസെക്ഷൻ എസ് ഇതാണ് വരുന്നത്. ഇത് 450 ആണ്. അതിൽ ഇത് 20 ആണെങ്കിൽ ഇപ്പോൾ ഇതെന്തായിരിക്കും? 430. അങ്ങനെ ഇത് 430 എന്ന് നമുക്ക് എഴുതാം. അടുത്തത് എസ് ഇൻ്റർസെക്ഷൻ സി. എസ് ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് 150 ആണ്. എസ് ഇൻ്റർസെക്ഷൻ സി ഇതാണ്. എസ് ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് വരുന്നത്. എസ് ഇൻ്റർസെക്ഷൻ സി ഇത് 150 ആണ്. അതിൽ നമുക്ക് ഇത് 20 എന്ന് എഴുതിയത് കൊണ്ട് ഇവിടെ 130. അപ്പോൾ നമുക്ക് ഇത് 130 എന്ന് കിട്ടി. 20 അപ്പോൾ ഇത് 130, മൊത്തം 150. ഇനി അടുത്തത് എ ഇൻ്റർസെക്ഷൻ സി ആണ്. എ ഇൻ്റർസെക്ഷൻ സി 400 എന്നാണ്. എ ഇൻ്റർസെക്ഷൻ സി അപ്പോൾ ഇതാണ്. എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് വരുന്നത്. ഇത് 400 ആണ്. എ ഇൻ്റർസെക്ഷൻ സി 400. അതിൽ ഇവിടെ 20 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? 380. അപ്പോൾ നമുക്ക് ഈ ഭാഗം കിട്ടി. ഇത് 430, ഇത് 130, ഇത് 380. ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി എ മാത്രം എടുത്താൽ എ മാത്രം 850 ആണ്. എ 850 ആണ്. അപ്പോൾ ഇവിടെ 380 ഉണ്ട്. 38 എ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനുള്ളതാണ്. അപ്പോൾ എ ഇത് 380, ഇത് 20, 400 പ്ലസ് 430 830. ഇത് 830 ആയി. മൊത്തം 850 ആയതുകൊണ്ട് ഇത് 20. അപ്പോൾ എ ഫുള്ളായി. ഇനി എസ് എന്ന് പറയുന്നത് 600 ആണ്. എസ് എന്ന് പറയുന്നത് 600 ആണ്. ഇതാണ് എസ്. ഇത് 600 ആണ്. അതിലിത് 430, ഇത് 20. അപ്പോൾ 450യും 130യും 580 ആയി. അപ്പോൾ ഇത് 580 ആയി. അപ്പോൾ ഇത് 220. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് 600 ആയി. അപ്പോൾ ഇതും കറക്റ്റായി. അടുത്ത സി ആണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സി 600 ആണ്. സി 600. ഇവിടെ ഇത് 600 ആണ്. 380 പ്ലസ് 20 400 പ്ലസ് 130 530. അപ്പോൾ ഇത് 530 ആയി. ഇത് 530 ആണ്. മൊത്തം 600 ആണ്. അതുകൊണ്ട് ഇത് 70. അപ്പോൾ നമുക്ക് എല്ലാം ഈ ഇതിലുള്ള എല്ലാം കിട്ടി. ഇത് മൊത്തം 1200 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 20
430, 20, 380, 130, 20, 70 എല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 480, 500, 600, 600 1050, 1070. ഇത് മൊത്തം 1070 ആണ്. ആകെ 1200 ഉണ്ട്. അപ്പോൾ 1200 1070 കുറച്ചാൽ 130 ഇതിന് പുറത്ത് വരും. അപ്പോൾ ഈ 130 കുട്ടികളാണ് എല്ലാ വിഷയങ്ങളിലും പാസ്സായവർ, 130 സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെയാണ് വെൻ ഡയഗ്രം മാത്രം വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ. സം ഇമ്പോർട്ടൻറ്റ് ലോസ് ഓഫ് സെറ്റ് ഓപ്പറേഷൻസ്. ഒന്ന്, കമ്മ്യൂട്ടേറ്റീവ് ലോ. A union B equal to B union A intersection B equal to B intersection A. A union B equal to B union A and A intersection B equal to B intersection A. അതായത് A plus B equal to B plus A, A into B equal to B into A എന്നൊക്കെ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ പറയുന്നത് പോലെ കമ്മ്യൂട്ടേറ്റീവ് ലോ ഇതാണ്. ഇനി അടുത്ത അസോസിയേറ്റീവ് ലോ ആണ്. A union B union C equal to A union B union C. A intersection B intersection C equal to A intersection B intersection C. അതായത് എയും ബി ഏത് ഓർഡറിൽ യൂണിയൻ കണ്ടാലും ഇൻ്റർസെക്ഷൻ കണ്ടാലും സെയിം ആണ്. അതുപോലെ തന്നെ ഏത് ഓർഡറിൽ എ ബി സി യൂണിയനും ഇൻ്റർസെക്ഷൻ കണ്ടാലും ഈക്വൽ ആയിരിക്കും. അടുത്ത ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. A union B intersection C equal to A union B intersection A union C. അതുപോലെ ഒന്നുകൂടെ ഉണ്ട്. A intersection B union C equal to A intersection B union A intersection C. അടുത്ത ഡി മോർഗൻസ് ലോ. A union B complement equal to A complement intersection B complement. അതുപോലെ A intersection B complement equal to A complement union B complement. A union B complement എന്ന് പറഞ്ഞാൽ A complement intersection B complement. A intersection B complement എന്ന് പറഞ്ഞാൽ A complement intersection A complement union B complement. Representing sets by Venn diagram. Set A by means of Venn diagram. A എന്ന് പറയുന്ന സെറ്റ് വെൻ ഡയഗ്രം ഉപയോഗിച്ച് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം നോക്കാം. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ആ റെക്റ്റാങ്കിളിന് മുകളിൽ യു എന്നോ എസ് എന്നോ എഴുതാം. അതാണ് യൂണിവേഴ്സൽ സെറ്റ്. അതിനുള്ളിൽ എ എന്ന് പറയുന്ന ഒരു സെറ്റ് വരയ്ക്കാം. ഇവിടെ ഇത് സെറ്റ് എ ആണ്. ഈ ഷെയ്ഡ് ചെയ്തതാണ് സെറ്റ് എ. ഇങ്ങനെയാണ് സെറ്റ് എ വെൻ ഡയഗ്രം യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എ കോംപ്ലിമെൻറ്റ് ഓർ എ പ്രൈം ബൈ മീൻസ് ഓഫ് വെൻ ഡയഗ്രം. എങ്ങനെയാണ് എ കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ എ പ്രൈം എന്ന് പറയുന്നത് വെൻ ഡയഗ്രം ഉപയോഗിച്ച് കാണിക്കുന്നത് നോക്കാം. നമ്മളൊരു റെക്റ്റാങ്കിൾ ആദ്യം വരച്ചു. റെക്റ്റാങ്കിൾ യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അവിടെ യു എന്നോ എസ് എന്നോ എഴുതാം. അതിനുശേഷം ഒരു സർക്കിൾ വരച്ചു, അവിടെ എ എന്ന് എഴുതി. അപ്പോൾ എ കോംപ്ലിമെൻ്റ് ആണ് വേണ്ടത്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എയിലെ എലമെൻസിനെ ഒഴിവാക്കിയതാണ്. അപ്പോൾ ഈ പോർഷനാണ് ഈ യെല്ലോ കളർഡ് ഉള്ള ഭാഗം. അതാണ് എ കോംപ്ലിമെൻറ്റ്. ഈ യെല്ലോ ഷെയ്ഡഡ് പാർട്ടാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വെൻ ഡയഗ്രം ഉപയോഗിച്ച് എ കോംപ്ലിമെൻ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എ യൂണിയൻ ബി ബൈ മീൻസ് ഓഫ് വെൻ ഡയഗ്രം. ഇനി വെൻ ഡയഗ്രം ഉപയോഗിച്ച് എ യൂണിയൻ ബി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എ യൂണിയൻ ബി നമുക്ക് 3 രീതിയിലാവും. അതായത് എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് കുറച്ച് എലമെൻറ്റ്സ് ഉള്ളപ്പോൾ, എയ്ക്കും ബിക്കും കോമൺ ആയ എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തപ്പോൾ, അല്ലെങ്കിൽ ഒരെണ്ണം മറ്റൊന്നിൻ്റെ സബ്സെറ്റ് ആയിരിക്കുമ്പോൾ നോക്കാം. ഇവിടെ എയ്ക്കും ബിക്കും കോമൺ ആയി അല്പം എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എ യൂണിയൻ ബി എന്താണ്? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സും കൂടെ ചേർത്ത് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതാണ് എ യൂണിയൻ ബി. അപ്പോൾ ആദ്യം നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. ആ റെക്റ്റാങ്കിളിൻ്റെ മുകളിൽ യൂണിവേഴ്സൽ സെറ്റ് യു എന്നോ എസ് എന്നോ എഴുതുക. എ എന്ന് പറയുന്നത് സർക്കിൾ, ബി എന്ന് പറയുന്നത് സർക്കിൾ. അത് മൊത്തത്തിൽ ഷെയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ കളർ കൊടുത്തിരിക്കുകയാണ്, മൊത്തം കളർ ചെയ്തിരിക്കുകയാണ്. ഈ കളേർഡ് റീജിയൻ എന്ന് പറയുന്നത് എ യൂണിയൻ ബി ആണ്. നമുക്ക് മറ്റൊന്ന് നോക്കാം. ഇവിടെ ഇതുപോലെ ഈ കളേർഡ് റീജിയൻ എ യൂണിയൻ ബി കാണിക്കുന്നു. ഇത് രണ്ടിനും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തപ്പോൾ. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ വരച്ചു. ഇതുപോലെ യൂണിവേഴ്സൽ സെറ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തു. എയും ബിയും എഴുതി. എയും ബിയും ഷെയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ കളർ ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ പോർഷനും ഈ പോർഷനും ചേർന്നതാണ് എ യൂണിയൻ ബി. ഇനി മറ്റൊന്ന് നോക്കാം. ഈ രീതിയിലും വരാം. അതായത് റെക്റ്റാങ്കിൾ യൂണിവേഴ്സൽ സെറ്റ്. ഇവിടെ ബി ഈസ് ദി സബ്സെറ്റ് ഓഫ് എ ആണ്. ബി ഈസ് ദി സബ്സെറ്റ് ഓഫ് എ. ഇപ്പോൾ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ എന്നാണ്. എക്ക് അകത്താണ് ബി. അപ്പോൾ ഈ മൊത്തം ഭാഗം ബിയുടെ എയുടെയും കൂടെ ചേർന്ന ഈ ഒരു
കളേർഡ് റീജിയൺ ആണ് എ യൂണിയൻ ബി. അപ്പോൾ എ യൂണിയൻ ബി വെൻ ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ 3 ഫിഗേഴ്സും വരയ്ക്കണം. അടുത്ത് എ ഇൻ്റർസെക്ഷൻ ബി ബൈ മീൻസ് ഓഫ് വെൻ ഡയഗ്രാം. എ ഇൻ്റർസെക്ഷൻ ബി, എ ബി, ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ റെക്റ്റാങ്കിൾ വരച്ചു, യൂണിവേഴ്സൽ സെറ്റ് എഴുതി, എയും ബിയും അതിലൊരു ഇൻ്റർസെക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പോർഷൻ ആണ് എ ഇൻ്റർസെക്ഷൻ ബി. അത് ഇതിന് കോമൺ എലമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ഇല്ല. ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റാണ്, ഒന്നും ഷെയ്ഡ് ചെയ്തിട്ടില്ല, അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി, അതായത് നൾ സെറ്റാണ്. ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി ഈ ഒരു റീജിയൻ ആണ്. ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റാണ്, കാരണം എക്കും ബിക്കും കോമൺ ആയി എലമെൻറ്റ്സ് ഇല്ല. ഇനി ഇവിടെ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ആണ്. അപ്പോൾ എക്കും ബിക്കും കോമൺ ആയിട്ട് ബി എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഇതാണ് ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി, കാരണം ബി ഈസ് ദി സബ്സെറ്റ് ഓഫ് എ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി വെൻ ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ 3 ഫിഗറായിട്ട് കാണിക്കണം. എ മൈനസ് ബി ബൈ മീൻസ് ഓഫ് വെൻ ഡയഗ്രാം. ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു, അതിൻ്റെ മുകളിൽ യു അല്ലെങ്കിൽ എസ് യൂണിവേഴ്സൽ സെറ്റായിട്ട് മാർക്ക് ചെയ്യാം. പിന്നെ എ എന്ന് പറയുന്ന ഒരു സർക്കിൾ, ബി എന്ന് പറയുന്ന ഒരു സർക്കിൾ. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ യെല്ലോ ആയിട്ട് ഷെയ്ഡ് ചെയ്ത പോർഷനാണ് എ മൈനസ് ബി. എന്താണ് എ മൈനസ് ബി? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെൻസിനെ റെഡ്യൂസ് ചെയ്തത് എന്നാണ്. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇവിടെയാണ് വരിക, അത് എയിൽ നിന്ന് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്ത് വരും? ഈ ഒരു പോർഷൻ, ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്, ഈ യെല്ലോ കളറാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എ മൈനസ് ബി വെൻ ഡയഗ്രം ഉപയോഗിച്ച് വരയ്ക്കുന്നത്.